തുർക്കി, സൗദി അറേബ്യ, പാകിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് പ്രതിരോധ ഉടമ്പടി ഒപ്പുവെക്കുകയാണെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ ആർക്കൊക്കെ ആയിരിക്കും അപകട സൂചന നൽകുന്നത്? നമുക്കറിയാം, നമ്മുടെ രാജ്യം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നിരന്തരമായ സംഘടനം ഒരു കാര്യത്തിലാണുള്ളത്. അത് കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും ശക്തമായി ഇന്ത്യ ലോകരാജ്യങ്ങളോടും സുരക്ഷാ സമിതിയിലും ഒക്കെ പാകിസ്ഥാന്റെ നെറികേടുകൾ തുറന്നടിച്ചിട്ടുണ്ട്. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. എന്താണ് ഈ 3 രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടി പറയുന്നത്? ഇതിലേതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ മറ്റൊരു രാജ്യം യുദ്ധപ്രഖ്യാപനവുമായോ അതല്ലെങ്കിൽ ശക്തമായ പോരാട്ടം നടത്താൻ വന്നാൽ അത് 3 രാജ്യങ്ങൾക്കെതിരെയുമുള്ള യുദ്ധമായി പരിഗണിക്കും എന്ന രീതിയിലേക്കാണ് ഈ കരാറ് ഡിഫൈൻ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരിക്കുന്ന ഒറ്റ കാരണത്താലാണ്. പാകിസ്ഥാനെതിരെ നിരന്തരം ഇനിയും സംഘടന സാഹചര്യം ഉണ്ടായേക്കാം. അത് എങ്ങനെയാണ് മറ്റ് 2 രാജ്യങ്ങളെ ബാധിക്കുന്നത്? അപ്പോൾ സൗദി അറേബ്യ പറയുന്നത്, ഒരിക്കലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഇടപെടില്ല. അത് കാലാകാലങ്ങളിലായുള്ള വിഷയമാണ്. 1947 ശേഷം പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള കൊടൂര കൃത്യങ്ങളെല്ലാം നമ്മൾ ലോകചരിത്രം പഠിച്ചാൽ അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇന്ത്യ നടത്തുന്ന കൃത്യമായിട്ടുള്ള റിറ്റാലിയേഷൻ, അതിനെതിരെ പ്രതികരിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ കരാർ നിലവിൽ വരുന്നതോടുകൂടി അത്തരത്തിലുള്ള വെറും വാക്കുകൾക്കൊന്നും പ്രസക്തി ഇല്ലാതാവുകയാണ്. കരാറിൽ പറയുന്നത് പാകിസ്ഥാനെതിരെ ആയിരുന്നാലും മറ്റ് 2 രാജ്യങ്ങളും ശക്തമായി സഖ്യത്തിൻ്റെ ഭാഗമായി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ അവരോടൊപ്പം സഖ്യം ചേരുമെന്ന് തന്നെയാണല്ലോ കരാറിൽ പറയുന്നത്. ഇതിൽ മറ്റൊരു വശം കൂടിയുണ്ട്. നാറ്റോ സഖ്യത്തിൽ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിസർവ്ഡ് ആർമി ഉള്ളത്, അതല്ലെങ്കിൽ അവർ കയ്യിൽ ആണവായുധം ഉൾപ്പെടെ നിരവധിയായ വെടിക്കോപ്പുകളുള്ള രാജ്യമാണ് തുർക്കി. തുർക്കിയുടെ ആയുധ ശേഖരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് കൃത്യമായി കണക്കുണ്ട്. അതുകൊണ്ട് തന്നെ സൗദിയുടെ സാഹചര്യത്തെക്കുറിച്ചും ഇന്ത്യ വിലയിരുത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ റിസർവ്ഡ് ഇന്ധനം, ക്രൂഡ് ഓയിലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി. അതിൻ്റെ കാര്യങ്ങളും വളരെ വിശദമായി ഇന്ത്യ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ സഖ്യം, ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ നീക്കങ്ങൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് സ്വാഭാവികമായും അന്താരാഷ്ട്രപരമായി കൃത്യമായി ഡിപ്ലോമാറ്റിക് റിലേഷൻസ് അറിയുന്ന ഒരു വ്യക്തിക്ക് നന്നായി ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്താനും അറിയാനും താല്പര്യമുണ്ട്. കൃത്യമായി അത് ഇന്ത്യ മനസ്സിലാക്കുന്നുമുണ്ട്. ഇത് വിനാശകരമായിട്ടുള്ള ഒരു സഖ്യമായി തന്നെയാണ് ഇന്ത്യ കണക്കാക്കുന്നത്. നമ്മുടെ രാജ്യത്തിനെതിരെ മാത്രമല്ല, തുർക്കി എന്ന് പറയുന്ന രാജ്യം ഒരു പരിധിവരെ പാകിസ്ഥാന്റെ ഭീകരവാദ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കാതെ സുരക്ഷാ സമിതിയിൽ പോലും പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാന് നിർണായകമായിട്ടുള്ള സഹായങ്ങൾ ഏത് ഘട്ടത്തിലും നൽകാൻ മടിയില്ലാത്തൊരു രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നാറ്റോ സഖ്യത്തിലെ പ്രബല രാജ്യം എന്ന രീതിയിൽ കൂടി കാണുമ്പോൾ ഇത് അപകടകരമായിട്ടുള്ള സൂചന തന്നെയാണ്.